Good morning to all of you. Find the missing frequency if arithmetic mean is 28. Also find median. Marks 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 and 50 to 60. Number of students 12, 18, 27. Class 30 to 40 frequency is missing. 40 to 50 17 and 6. തേർട്ടി ടു 40 എന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുക. അതിനുശേഷം ഫ്രീക്വൻസി എല്ലാം നമുക്ക് ലഭ്യമായി കഴിയുമ്പോൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. അരിത്മെറ്റിക് മീൻ 28 ആണ്. അത് വെച്ച് മിസ്സിംഗ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഭാഗം നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മീൻ പഠിക്കുന്ന സമയത്ത് മിസ്സിംഗ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രോബ്ലം ചെയ്ത് കാണിച്ചിട്ടുള്ളതുമാണ്. അത് ഓർമ്മയിൽ കൊണ്ടുവരിക. അതിനുശേഷം ഇത് പൂർത്തീകരിക്കാവുന്നതാണ്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുക. അതാണ് എക്സ് 5, 15, 25, 35, 45, 55. ഫ്രീക്വൻസി റെക്കോർഡ് ചെയ്യുക. 12, 18, 27. മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസിയെ എക്സ് എന്ന് റെക്കോർഡ് ചെയ്യുക. ദെൻ 17 ആൻഡ് 6. അതുകൊണ്ട് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുക n = 80 പ്ലസ് എക്സ് ആണ്. അതിനുശേഷം എഫ് എക്സ്, കാരണം എക്സ് ബാർ എന്ന് പറയുക സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. അതുകൊണ്ട് എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 5 into 12 60, 15 into 18 270, 25 into 27 675, 35 into x 35x, 45 into 17 765, 55 into 6 330. ടോട്ടൽ സിഗ്മ എഫ് എക്സ് എന്ന് പറയുക 2100 പ്ലസ് 35x. തുടർന്ന് എക്സ് ബാർ = സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. ആ എക്സിൻ്റെ വാല്യൂ ആണ് 30 to 40 എന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് സ്വീകരിക്കുക. അതിനുശേഷം കിട്ടുന്ന സീരീസിൻ്റെ, ഇവിടെ കണ്ടിന്യൂസ് സീരീസ് ആണ്, അതിൻ്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. Find the missing frequency in the following distribution if n is 100 and the median is 30. Marks 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50
and 50 to 60. Number of students 10, nil, 25, 30, nil and 10. ഇവിടെ രണ്ട് ഫ്രീക്വൻസികൾ മിസ്സിംഗ് ആണ്. ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നൽകിയിട്ടുണ്ട്. അതുപോലെ മീഡിയൻ 30 ആണെന്നും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് ഫ്രീക്വൻസി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനായി മിസ്സായിട്ടുള്ള ഫ്രീക്വൻസികളെ ഒരെണ്ണത്തെ എക്സ് ആയും മറ്റൊരെണ്ണത്തെ വൈ ആയും അസ്യൂം ചെയ്തതിന് ശേഷം മീഡിയൻ്റെ ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചാണ് ഈ മിസ്സിംഗ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തുക. എക്സ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 and 50 to 60. ഫ്രീക്വൻസി 10 മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസി എക്സ്, ദെൻ 25, 30 അടുത്ത മിസ്സിംഗ് ഫ്രീക്വൻസി വൈ ആയിട്ടെടുക്കുക, ദെൻ 10. നെക്സ്റ്റ് അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 10, ദെൻ 10 പ്ലസ് എക്സ്, വീണ്ടും 10 പ്ലസ് എക്സ് പ്ലസ് 25, 35 പ്ലസ് എക്സ്, then 35 plus x plus 30, 65 plus x, total 100. -100 -10 എന്നുള്ള രീതിയിൽ എടുക്കുക. വൈയുടെ ഫ്രീക്വൻസി, അതായത് ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ്. അതിൽ 50 to 60യുടെ ഫ്രീക്വൻസി എന്ന് പറയുക 10 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി 100ൽ നിന്നും ഈ 10 കുറയ്ക്കുമ്പോൾ വൈയുടെ ഫ്രീക്വൻസി 90 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുക. അതിനുശേഷം വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടെത്തേണ്ടതുമാണ്. തുടർന്ന് ഇൻ്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് മിസ്സിംഗ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുക മീഡിയൻ ഈസ് ഈക്വൽ ടു L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു L2 മൈനസ് L1. മീഡിയൻ എന്ന് പറയുക 30 ആണ്. 30 ഈസ് ഈക്വൽ ടു മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. മീഡിയൻ ക്ലാസ് എന്ന് പറയുക ഇവിടെ 30 to 40 ആണ്. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് 30 പ്ലസ് n/2 എന്ന് പറയുക 100 ഡിവൈഡഡ് ബൈ 2th ഐറ്റം, ദാറ്റ് ഈസ് 50 മൈനസ് CF മീഡിയൻ ക്ലാസിൻ്റെ പ്രിസീഡിംഗ് ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മൈനസ് 35 പ്ലസ് x ഡിവൈഡഡ് ബൈ
സിമ്പിൾ ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ് അതും 30 ആണ് ഇൻറ്റു L2 minus L1 40 minus 30. ഇനി ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഇത് ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 30 ഈസ് ഈക്വൽ ടു 50 മൈനസ് അത് മൈനസ് ചെയ്യേണ്ടതുകൊണ്ട് മൈനസ് 35 ദെൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 30 into 10. 40 minus 10 difference. 40 minus 30 difference 10. വീണ്ടും ഈ 30 മൈനസ് 30യും ഈ 30യും കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 30 into 30 minus 30 is equal to 50 minus 35, that is 15 minus x into 10. തുടർന്ന് 30 into 30 minus 30, that is 30 into 0 is equal to 0 ആണ് വരിക, is equal to 15 into 10 150 minus 10 into x 10x, therefore x is equal to 150 divided by 10 is equal to 15. അപ്പോൾ ക്ലാസ് 10 to 20യുടെ മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് പറയുക 15 ആണ്. 15. ഇനി അടുത്ത ക്ലാസ്സിൻ്റെ മിസ്സിംഗ് ഫ്രീക്വൻസി y ആയിട്ടാണ് പരിഗണിച്ചിരിക്കുക. അപ്പോൾ ആയതിനാൽ y ഈസ് ഈക്വൽ ടു, അതായത് 40 to 50 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയാണ് കണ്ടെത്തേണ്ടത്. y എന്ന് പറയുക ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് 100 ആണ്. ആ 100ൽ നിന്നും മൈനസ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ഫ്രീക്വൻസികളും കൂടെ കുറയ്ക്കുക. അതായത് 10, ആദ്യത്തെ ഫ്രീക്വൻസി 10 പ്ലസ് രണ്ടാമത്തെ 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ നമ്മൾ കണ്ടെത്തി, ആയതിനാൽ 15. പിന്നെ തുടർന്നുള്ള ഫ്രീക്വൻസി 25 പ്ലസ് 30 പിന്നീട് വരുന്ന സിമ്പിൾ ഫ്രീക്വൻസി 10. അങ്ങനെ 100ൽ നിന്നും 10 പ്ലസ് 15 പ്ലസ് 25 പ്ലസ് 30 പ്ലസ് 10 ലെസ് ചെയ്യുമ്പോൾ 100 മൈനസ് 90, ഇതിൻ്റെ ടോട്ടൽ 90 ആണ്, ഈസിക്കൽ ടു 10. അപ്പോൾ ക്ലാസ്
40 to 50 എന്നുള്ളതിൻ്റെ മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആ രീതിയിൽ രണ്ട് മിസ്സിംഗ് ഫ്രീക്വൻസികൾ നമ്മൾ കണ്ടെത്തി. 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റേത് 15ഉം 40 to 50 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റേത് 10ഉമാണ്. അപ്പോൾ ഈ രീതിയിൽ മിസ്സായ ഫ്രീക്വൻസിയും കൂടെ ഉൾപ്പെടെ നമ്മൾ ഫ്രീക്വൻസി എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 100 ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കുക, അത് ചെയ്തു പഠിക്കുക എന്നുള്ളതാണ്.